ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഫ്രൈഡേ ആണ്. ആൻസർ ചേട്ടൻ രാവിലെ എനിക്ക് ഓഫീസിൽ പോയി. ഒരു 5 മണിയായപ്പോഴത്തേക്ക് ആൻസർ ചേട്ടൻ പോയി കേട്ടോ. അപ്പോൾ ഞാനും പാച്ചു ഇപ്പോൾ ഉറങ്ങി എണീറ്റുള്ളൂ. കണ്ണ് പിടിക്കണം. നല്ല വെയിലിവിടെ. അപ്പോൾ ഞാനും പാച്ചും ഇതാ ഇപ്പം തന്നെ എണീറ്റ് ഞാൻ വിചാരിച്ചു ആദ്യം തന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ തന്നെ ഒരു കംപ്ലീഷൻ ആയില്ല വീഡിയോ. അവിടുന്ന് ഇവിടുന്നൊക്കെ വളരെ കുറച്ച് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ചുകൂടി ഭംഗിയിൽ വൃത്തിയിൽ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇത് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വേറെ യാതൊരു പരിപാടിയില്ല. ഞങ്ങൾ അമ്മയും മോനും മാത്രമേ ഉള്ളൂ. ആൻസർ ചേട്ടൻ വരുമ്പോൾ എന്തായാലും ലേറ്റ് ആവും. 5:30, 6 ഒക്കെ ആവും എന്തായാലും വരുമ്പോൾ. അപ്പോൾ അതുവരെ ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ളൊരു ലോകമാണ്. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ദുഃഖവെള്ളിയാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ പള്ളിയിൽ പോയി, പിന്നെ നമ്മുടെ തങ്കിപ്പള്ളിയിൽ പോയി, അങ്ങനത്തെ ഒരു ദിവസമാണ്. നമ്മുടെ എന്താ പറയുക, നമ്മുടെ കുരിശിൻ്റെ വഴി അങ്ങനെ ഒരു രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ദിവസമാണ്. പക്ഷെ ഇന്ന് നമ്മളിവിടെ വേറൊരു രീതിയിലാണ്. ഞങ്ങളിപ്പോൾ ഒറ്റയ്ക്ക് പള്ളിയിൽ പോകാനൊന്നും ഒന്നാമത് എനിക്ക് അറിയില്ല ഇവിടെ എന്താണ് ഏതാണെന്നുള്ളത്. പാൻചേട്ടൻ വന്നിട്ട് ജസ്റ്റ് ഒന്ന് പള്ളിയിൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ ലേറ്റ് ആവും. നമ്മുടെ തിരുക്കർമ്മങ്ങൾക്കൊന്നും പങ്കെടുക്കാൻ പറ്റില്ല. ജസ്റ്റ് പള്ളിയിലേക്ക് പോയിട്ട് നമുക്ക് പ്രാർത്ഥിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ പിന്നെ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് പാച്ചുവിന് ഭക്ഷണം എന്തെങ്കിലും ഉണ്ടാക്കണം. അവൻ്റെ ജസ്റ്റ് എണീറ്റിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് കിച്ചണൊക്കെ ഒതുക്കിയപ്പോൾ ആൻചേട്ടൻ രാവിലെ തന്നെ കോഫിയൊക്കെ ഇട്ട് കുടിച്ചിട്ടാണ് പോയത്. അപ്പോൾ ഞാൻ എണീറ്റിടാന്ന് പറഞ്ഞപ്പോഴേക്കും വേണ്ടാന്ന് മൂപ്പർ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ യാത്രയാക്കി ആൻചേട്ടൻ പോയി. ഇപ്പോൾ ആൻചേട്ടൻ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അവിടുന്ന് ഭക്ഷണം ഓഫീസിൽ നിന്നാണ് കഴിക്കുക. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും അവിടുന്ന് ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചിട്ട് വരുള്ളൂ. പിന്നെ ഇന്നിപ്പോൾ വലിയ പരിപാടികളൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്ലാറ്റ് ഒന്ന് ഒതുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ നല്ല പൊടിയാണ്. കാര്യം ഇന്നലെ ഒതുക്കി അടിച്ചു വാരിയതൊക്കെ ആണെങ്കിലും ഭയങ്കര പൊടിയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് തുടച്ചിടണം. പിന്നെ കബേർഡ് ഒന്ന് ഒതുക്കാമെന്ന് വിചാരിച്ചു. അല്ലാണ്ട് കുക്കിംഗ് പരിപാടി അങ്ങനെ കാര്യമായിട്ടില്ല. കാരണം ആൻസർ ചേട്ടനില്ല. ഇപ്പോൾ പാച്ചുവിന് എനിക്ക് മാത്രം മതി. ഇപ്പോൾ പാച്ചുവിന് വല്ല ദാൽ റൈസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി അത് തന്നെ ഞാനും കഴിക്കാം എന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ ആ സമയത്ത് വല്ല വിശപ്പ് വരാണെങ്കിൽ നമുക്ക് സൊമാറ്റോയിൽ അമ്പൂർ ബിരിയാണി കഴിക്കാം എന്ന് വിചാരിച്ചു. നോക്കിയിട്ട് ആ സമയത്ത് മൂഡ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. അല്ലാണ്ട് ഒരു പ്രോപ്പർ ലഞ്ച് പ്രിപ്പറേഷൻ ഒന്നും വേണ്ട. രാത്രിയിലേക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം. ആൻസർ ചേട്ടൻ എന്തായാലും അവിടെ നിന്നാണ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ കഴിഞ്ഞ് 5:30 ആകുമ്പോൾ ചായ കുടിക്കുന്ന സമയത്തേക്ക് വരുള്ളൂ. അപ്പോൾ അത്തേക്ക് എന്തെങ്കിലും സ്നാക്സൊക്കെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പം അങ്ങനെ ഇപ്പോൾ പാച്ചു ഇതേ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഫുൾ സ്വിങ്ങിലായി വരണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അവനെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. പിന്നെ അവൻ്റെ പാല് കുപ്പി കഴുകണം. അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പരിപാടികളുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. എവിടെ അപ്പം പോയോ? അപ്പയുടെ അടുത്ത് പോകാൻ പറ്റില്ല. അപ്പോൾ ഓഫീസിൽ പോയതല്ലേ. ബാ. എന്താണ് എൻ്റെ അപ്പ എവിടെ? അപ്പ ഓഫീസിൽ പോയി പാച്ചു. അപ്പ ഓഫീസിൽ പോയി. അപ്പ വരും. എന്ത് വേണ്ടേ? അപ്പ വരും. ഡോർ തുറക്കാൻ പറ്റില്ല. ഈശോ, പാച്ചു ചായ കുടിക്കാനോ? യമ്മി, നൈസ്. ഭയങ്കര ചായ ഫാനാണ്. ചായ കുടിച്ചോ? വാവ്, സോ നൈസ്. മതി, കഴിഞ്ഞു. അതിലൊന്നുമില്ല. ചായ, യമ്മി ചായ കഴിഞ്ഞു.
എടാ കഴിഞ്ഞു അത്. പാച്ചൂര് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവാട്ടോ. ഒരു 9:30 ഒക്കെ ആയി. അവന് 9:30 10 ആണ് അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം. അപ്പോൾ അവനവിടെ അപ്പ പോയി എന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് ഞാൻ വിചാരിച്ചു വരെ നൂഡിൽസ് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. അല്ലാണ്ട് വേറൊന്നും ഞാൻ ഉണ്ടാക്കാൻ മെനക്കുന്നില്ല. ഞാൻ മാത്രമല്ലേ ഉള്ളൂ. മുട്ട ഉണ്ടാക്കാം. മുട്ട ഇഷ്ടമാണോ പച്ചുന്? മുട്ട യെസ് യെസ്. കുക്ക് ചെയ്യാൻ പോലെ പാച്ചു പറഞ്ഞേ. പാച്ചു എന്തിട്ടുണ്ടാക്കാൻ പോലെ? മുട്ട പറ. ആ ഒഴിക്കാം. ദേ പാച്ചാണ് ഒഴിക്കാൻ പോണത് കേട്ടാ. ആ ഒഴിച്ചോ. വിട് മതി. ആ മതി ട്ടാ. ഞാൻ ഒഴിക്കാൻ പാടില്ല. ആര് മുട്ട ഉണ്ടാക്കി പാച്ചു? പാച്ചു വന്നു പറഞ്ഞേ. വെരി ഗുഡ്. എന്താ ഭംഗി നമ്മുടെ മുട്ടയുടെ ഷേപ്പ് വെച്ചു. നമുക്ക് കുറച്ച് ചീസ് കൂടി ഇടാം അല്ലേ? ചീസ് ഇഷ്ടല്ലേ പച്ചുവിന്? ചീസ് പിടിക്കും. കട്ട് ചെയ്ത് ഹായ് നമുക്ക് ചീസ് ഇഷ്ടമാണ് കേട്ടോ. ചീസ് ഇതെന്താ? ചീസ്. ആ ഇഷ്ടായോ? ഇഷ്ടപ്പെട്ടോ? കഴിക്കോ അത്? എന്താ കഴിക്കണേ? പറ. എന്താ കഴിക്കണേ? ചീസ്. യമ്മി? നൈസ്? You like it? You like it? Yes. ഈ ചിരിച്ചേ. കാത്തു വെക്കണോ? ബ്ലിപ്പി വെക്കണോ? ബ്ലിപ്പി വെച്ചാ മതിയോ? അതോ കാത്തു വെക്കണോ? കാത്തു മതിയോ? ബ്ലിപ്പി വേണ്ട, കാത്തു മതി. ഓക്കെ. കാത്തു വന്നു. കാച്ചെന്താ കുടിക്കണേ? എനിക്ക് നൂഡിൽസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അത് വേണമെന്ന് പറയാൻ കേട്ടോ. പറച്ചിൽ തന്നെ ഉള്ളൂ, അല്ലാണ്ട് കാര്യമായിട്ടുള്ള കഴിപ്പൊന്നുമില്ല. അപ്പോൾ പാച്ചുൻ്റെ രാവിലെ ഞാൻ ഈ ഉണക്കമുന്തിരി ജ്യൂസും കൊടുക്കും. അപ്പോൾ ഡൈജഷനൊക്കെ നല്ലതാണല്ലോ. പാച്ചു കുടിച്ചേ ജ്യൂസ്. എൻ്റെ നൂഡിൽസ്. അവിടെ ഇരുന്ന് കോർക്ക്. ഇത് പാച്ചുവിന് വാങ്ങിച്ചിട്ടുള്ളൊരു പുതിയ ടോയ് ആട്ടോ. അപ്പോൾ ഞാനത് ഇവന് കളിക്കാൻ വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നതാ. ഇത് ത്രെഡിൽ കോർക്ക്. കമോൺ, അവിടെ ഇരിക്കേ. സെറ്റ്. ഡിന്നോ. ഗ്രീൻ എടുത്തു തരുമോ അമ്മയ്ക്ക്? ഗ്രീൻ പ്ലീസ്. ഫുള്ള് പരത്തിയിട്ടു. എന്നാലും കുഴപ്പമില്ല. അവിടെ വീട്ടിൽ പരത്തിയിട്ടേക്കാളും എളുപ്പമുണ്ട്. ഇവിടെ കുഞ്ഞ് ഫ്ലാറ്റായ കാരണം ഒതുക്കി വയ്ക്കാൻ എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങോട്ട് കൊണ്ടുവന്നത് കേട്ടോ. അമ്മയ്ക്ക് ഗ്രീൻ തരുമോ വാച്ചു? പ്ലീസ്. മമ്മി കുറേ നേരം അതും ഇരുന്ന് കളിച്ചോളും. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് ആൻസേട്ടൻ മാന്തൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന്. അപ്പോൾ വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ അത് കറി വെക്കാമെന്ന് വിചാരിച്ചു. പാച്ചുവിന് പിന്നെ ഞാൻ പറഞ്ഞില്ലേ നല്ല വല്ല ദാൽ റൈസോ കഴിക്കുന്ന സമയത്ത് ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ അതുവരെ ഇങ്ങനെ ഇരുന്ന് കളിക്കും. ഞാൻ പാച്ചുവിന് ലഞ്ച് ഉണ്ടാക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ഞാനിന്ന് ദാൽ റൈസ് ഉണ്ടാക്കണേ. ദാലും പൊട്ടിയിട്ടു. പിന്നെ ചിക്കൻ ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം അത് ഉണ്ടാക്കട്ടെ കേട്ടോ.
അപ്പൊ ഞാൻ നമ്മുടെ മാന്തൽ കറി വെക്കാൻ പോവാട്ടാ. ഇവിടെ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ സ്റ്റാൻഡൊന്നും വെച്ചെടുത്തിട്ടില്ല. ഞാൻ സ്റ്റാൻഡൊക്കെ വെച്ചിട്ട് റെഡി ആക്കിയിട്ടുണ്ട്. അത് എത്രത്തോളം ഞാൻ എടുക്കുന്നത് ശരിയാവുമെന്ന് എനിക്കറിയില്ല. അപ്പൊ എന്തായാലും നമുക്ക് ചട്ടി ചൂടാക്കാൻ വെക്കാം. ആൻസി ചേട്ടൻ നമ്മുടെ മൺചട്ടിയൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൊരു ചട്ടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. മാന്തളും ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ വട്ടം ആൻസി ചേട്ടൻ വന്നപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഫ്രീസറിൽ ഇങ്ങനെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ട് തൽക്കാലം മാന്തല് മുളകിട്ടതും ചോറും പിന്നെ എന്തെങ്കിലും ഉപ്പേരി സെറ്റ് ആക്കണം. പച്ചക്കറി ഒന്നും ഇരിക്കുന്നില്ല. അപ്പൊ അത് ആൻസി ചേട്ടൻ വന്നിട്ട് ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും സെപ്റ്റ് ഒന്ന് വാങ്ങിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഇരിക്കണം. എന്തായാലും സമയമുണ്ടല്ലോ. എണ്ണ ചൂടായി നോക്കിയപ്പോഴാണ് ഉലുവ ഇരിക്കണില്ല. അപ്പൊ തൽക്കാലം നമുക്ക് ഉലുവ ഇല്ലാണ്ട് ഉണ്ടാക്കി നോക്കാം. ഞാൻ ഇഞ്ചി ചുവന്നുള്ളിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി തപ്പിയപ്പോഴാണ് ഉലുവ ഇല്ല. അപ്പോൾ തൽക്കാലം നമുക്ക് ഉലുവ ഇടാണ്ട് ഉണ്ടാക്കാം മീൻകറി. അപ്പോൾ ചതച്ച് വെച്ച ചുവന്നുള്ളിയും ഇഞ്ചിയും ഒരു 2-3 വെളുത്തുള്ളി അത്രയും ഞാൻ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. വേപ്പിലൊക്കെ പിന്നെ ഇന്നലെ പോയപ്പോൾ ഫ്രഷ് ആയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടാ. ഇത് ശരിക്കും രാത്രിയിലേക്ക് മതിയല്ലോ. ഇപ്പുറത്തെ പാച്ചുവിൻ്റെ പരിപ്പും റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് ഞാൻ ദാൽ റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഞാൻ പ്ലാൻ ചെയ്തപ്പോൾ വിചാരിച്ചു പരിപ്പ് കറി ആയിട്ട് ഉണ്ടാക്കിയാൽ നെക്സ്റ്റ് അപ്പുറത്ത് ചോറും വെച്ചാൽ രാത്രി ഉച്ചയ്ക്ക് ചോറ് എടുത്തിട്ട് ബാക്കി രാത്രിയിലേക്ക് മീൻകറി കൂട്ടി കഴിക്കാമല്ലോ. അതുകൊണ്ട് ചെറുതായിട്ട് പ്ലാൻ ഒന്ന് മാറ്റി ദാൽ റൈസ് എന്നുള്ളത് ദാൽ കറി ആക്കി. നന്നായിട്ട് വെന്തിട്ടുണ്ട് പരിപ്പ്, നന്നായിട്ട് മൊരിയട്ടെ. അപ്പം ഇത് മൊരിഞ്ഞ് വരുന്നേ ഉള്ളൂ. നന്നായിട്ട് മൊരിയട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി ആഡ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അവന് എരിവ് വലിയ പ്രശ്നമില്ല. അപ്പം ഞാൻ ഒരു മുളക്, വലിയ എരിവില്ല എന്നാലും ആ ഒരു പെയിൽ ടേസ്റ്റിനേക്കാൾ അവൻ കുറച്ച് എരിവുള്ളതാണ് ഇഷ്ടം. അപ്പം ഒരു മുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ കടുക്, എനിക്ക് ഇവിടുത്തെ കടുക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ ഭയങ്കര ഭയങ്കര കുഞ്ഞു കടുക. നമ്മുടെ നാട്ടിൽ കുറച്ചും കൂടി വലിയ കടുകല്ലേ, ഉരുണ്ടിട്ടല്ലേ. ഇത് ഭയങ്കര പൊടി പൊടിയായിട്ടിരിക്കും. ശരിക്കും മണൽത്തരി പോലെ ഇരിക്കണ കടുകാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. കറിയിൽ കടുക്കണ കാണാൻ നല്ല രസമാണ്. പ്രത്യേകിച്ച് ഈ മോരുകറിയൊക്കെ വെക്കുമ്പോൾ ആ കടുക്, ഈ കുഞ്ഞു കടുകുണ്ടല്ലോ, അത് കടുക്കണ കാണാൻ നല്ല രസമാണ്. അപ്പോൾ നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ജസ്റ്റ് ഈ കടുകൊന്ന് പൊട്ടിക്കുക എന്നുള്ളതാണ്. പാച്ചുവിന് എന്താ ടേസ്റ്റ് മനസ്സിലായിട്ടാണോ എന്ന് എനിക്കറിയില്ല. അവന് കടുക് പൊട്ടിച്ച ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമായി. കടുക് പൊട്ടിച്ചിട്ട് നമ്മൾ ചോറ് കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഈ പരിപ്പ് കറി കടുക് പൊട്ടിക്കുന്നത് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് കടുക് പൊട്ടിക്കുന്നതുകൊണ്ട് ഒരു എക്സ്ട്രാ ടേസ്റ്റ് വരുന്നവർ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. പക്ഷെ അവനെന്തോ അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പറയുന്നുണ്ട് ഈ കടുക് നല്ലതാണ്. ഈ കടുക് പൊട്ടുമ്പോൾ കടുകിലത്തെ എന്തോ എണ്ണ പുറത്തേക്ക് വരും ഇത്രേ. എനിക്കറിയില്ല, ഞാൻ എവിടെയോ വായിച്ചു കേട്ടതാണ്. അപ്പം എന്തായാലും ചെയ്തല്ലാത്തൊരു പരിപാടിയാണല്ലോ കടുക് പൊട്ടിക്കാത്തത്. അപ്പൊ അതുകൊണ്ട് ഞാൻ അവന് ചെയ്യുന്ന എല്ലാ ഇതിലും ഞാൻ കടുക് പൊട്ടിക്കും. ഇതിൽ ഞാൻ പരിപ്പും കുറച്ച് പൊട്ടേറ്റോവും ഒരു 2-3 ചുവന്നുള്ളി, ഒരു 2 വെളുത്തുള്ളി, വേപ്പില, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രയാണ് ഇട്ടേക്കണേ കേട്ടോ. നമ്മുടെ മീൻകറിയുടെ ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ കുടപ്പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് സോക്കായിട്ടുണ്ടാവും. പിന്നെ ഞാൻ വിചാരിച്ചു തക്കാളി അരച്ചിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു തക്കാളിയുടെ ഒരു നല്ല പുളിയും വരുമല്ലോ. കാര്യം എന്തൊക്കെ ചെയ്താലും മമ്മി വെക്കണ, അതായത് ബിൻസി മമ്മി വെക്കണ മീൻകറിയുടെ രീതിക്ക് വരില്ല. എന്നാലും ഞാൻ വെക്കുകയാണ്. എൻ്റെ മമ്മിക്ക് അങ്ങനെ മീൻകറി ഒരു പ്രത്യേക അങ്ങനെ ഭയങ്കര വെപ്പൊന്നുമല്ല, വെക്കും. പക്ഷെ തൃശ്ശൂർക്കാരുടെ മീൻകറി എന്ന് പറഞ്ഞാൽ ഈ കൊച്ചിക്കാരുടെ മീൻകറിയുടെ അടുത്തൊന്നും വരില്ല. തൃശ്ശൂർക്കാർക്ക് പാലൊഴിച്ച് വെക്കുക, അത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഞങ്ങളുടെ അവിടെ പ്രത്യേകിച്ച് മമ്മിയുടെ മീൻകറികളുണ്ട്, പലതരം മീൻകറികളുണ്ട്. അത് വെച്ച് കമ്പയർ ചെയ്യാനേ പറ്റില്ല കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ഇപ്പൊ ആൻസി ചേട്ടൻ കഴിക്കുമ്പോഴും പറയും എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല അങ്ങനെ പറയും. അല്ലാണ്ട് നല്ലതായിട്ടൊന്നും പറയില്ല. കാരണം മമ്മി അത്രയും അടിപൊളിയായിട്ട് വെക്കും, അതുകൊണ്ടാണ്.
അപ്പോൾ അതാ മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലിയൊന്നും ഇല്ല. അപ്പോൾ ഞാൻ തൽക്കാലം ഉള്ളത് വെച്ചിട്ട് ഈ മുളക് പൊടി തന്നെ ഇടാമെന്ന് വിചാരിക്കണം. സാധാരണ മുളക് പൊടി തന്നെയാണ് ഇതിട്ട്. കളർ ഉണ്ടാവില്ല, അതാണ് കാശ്മീരി ചില്ലി ഇല്ലെങ്കിൽ. കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ ആ കറിക്ക് തന്നെ ടേസ്റ്റ് ഇല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. അപ്പോൾ ഈ മുളക് പൊടി ആകുമ്പോൾ വലിയ കളർ വരില്ല. അപ്പോൾ തന്നെ പറയും ഇത് എന്തെങ്കിലും വെള്ള കളറിലിരിക്കണേന്ന് ചോദിക്കും. ഇതേ നമ്മുടെ കറി തിളച്ചു. ഇനി അതിലേക്ക് മാന്തളിടാൻ പോവാട്ടോ. ഇതേ നമ്മുടെ മാന്തള കറി റെഡി ആയിട്ടുണ്ട്. ഇതാ ഒരു വേപ്പിലയും ഒരു കതിർപ്പ് വേപ്പിലയും പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. മീൻകറിയിൽ ഒരു തുണ്ട് ഉപ്പ് കൂടിയോ എന്നൊരു സംശയം. അപ്പം ഞാൻ ഒരു ചെറിയ കഷ്ണം പൊട്ടേറ്റോ അരിഞ്ഞിട്ടിട്ടുണ്ടാവും. ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഉപ്പ് കൂടിയാൽ പൊട്ടേറ്റോ ഇട്ടാൽ ആ ഉപ്പ് വലിച്ചെടുക്കുന്നു. അതിന് മാത്രം കൂടിയിട്ടില്ല, എന്നാലും എനിക്കൊരു സംശയം തുണ്ട് കൂടിപ്പോയോ എന്നുള്ളത്. കുറഞ്ഞാൽ നമുക്ക് വീട്ടിൽ ഇടാമല്ലോ. അപ്പോൾ തൽക്കാലം ഞാനത് അങ്ങനെ ചെയ്തു വെച്ചു. ചോറ് വെക്കട്ടെ. നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉപ്പേരി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചോറ്, ഉരുളക്കിഴങ്ങ് ഉപ്പേരി, പാച്ചോലുള്ള പരിപ്പ്, നമ്മുടെ മീൻകറി, ഇത്രയും ഐറ്റംസ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം പാച്ചോന് ചോറ് കൊടുക്കട്ടെ കേട്ടോ. എന്താ വേണ്ടേ? കഞ്ഞിയാണോ വേണ്ടേ? കാത്തൂന് വയ്ക്കാം. പാട്. കഴിക്ക് വേഗം വെക്കാം. അങ്ങനെ ഞാനും ഭക്ഷണം കഴിച്ചു കേട്ടോ. ഭക്ഷണം കഴിച്ച് ഞാൻ ഫുൾ അടിച്ചു വാരി തുടച്ച് ഫുൾ ക്ലീൻ ആക്കിയിട്ടു. ഇനിയിപ്പോൾ അനുസരിച്ചേട്ടൻ വരുമ്പോഴത്തേക്കും എന്തെങ്കിലും സ്നാക്സോ ചായയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പോൾ ആദ്യം പാച്ചുവിനെ ഒന്ന് കുളിപ്പിച്ച് ഉറക്കണം. കുളിച്ചു വന്നേ ഒങ്ങ പറഞ്ഞേ. ഞാൻ ദേ പാച്ചുനെ ഉറക്കാൻ പോവാണ് കേട്ടോ. പാച്ചുതാ ഉറങ്ങി. ഞാൻ ദാ സമാധാനമായിട്ട് കഴിക്കാനായിട്ട് ഒരു വേഫിൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാ അപ്പം തന്നെ കൊണ്ടു തന്നു സൊമാറ്റോ ചേട്ടൻ. ആൻസി ചേട്ടൻ കുറച്ചുകൂടി ലേറ്റ് ആവുമെന്ന് വിളിച്ച് പറഞ്ഞു. ഞാൻ കഴിക്കട്ടെ കേട്ടോ. പാച്ചു നല്ല ഉറക്കമാണ്. ഞാനും ഒരു 5 മിനിറ്റ് ഉറങ്ങി. അപ്പോഴേക്കും ആൻസി ചേട്ടൻ വിളിച്ചു 15 മിനിറ്റിനുള്ളിൽ എത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഞങ്ങൾക്ക് ചായ വെക്കുകയാണ് കേട്ടോ. ശരിക്കും 5:30 ആകുമ്പോൾ എത്തേണ്ടതാണ്. ഇന്ന് കുറേ ലേറ്റായി ആൻസി ചേട്ടൻ വരാനായിട്ട്. അവല് നനയ്ക്കാൻ ഞാൻ കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ പാച്ചു ഉറക്കത്തിൽ എണീറ്റ് വന്നു. ഞാനും ആൻസി ചേട്ടനും കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഒരു സിനിമയൊക്കെ കണ്ട് കുറേ വർത്താനമൊക്കെ പറഞ്ഞ് ഇരുന്നു. ഞങ്ങളിന്ന് പുറത്തൊന്നും പോയില്ല കേട്ടോ. ഒന്നാമത് ആൻസി ചേട്ടൻ രാവിലെ നേരത്തെ എണീറ്റിട്ട് അതിൻ്റേതായൊരു ഉറക്കക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല തലവേദന എടുത്തിട്ടാണ് വന്നത്. പിന്നെ ഇന്ന് കുറച്ച് ലേറ്റായിട്ടും ഉണ്ടായിരുന്നല്ലോ വരാൻ. അപ്പോൾ പിന്നെ ഇന്ന് എങ്ങോട്ടും പോകാൻ നിന്നില്ല, വീട്ടിൽ തന്നെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നല്ല മാമ്പഴം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആൻസി ചേട്ടൻ. അത് കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചു. ഞങ്ങളിതേ കഴിക്കാൻ പോവാണ്. എല്ലാം റെഡി ആയിട്ടുണ്ടല്ലോ. പിന്നെ വേഗം കഴിച്ചിട്ട് കിടക്കാനുള്ള പരിപാടി നോക്കാൻ പോവാണ്. ഇനി ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ കിടക്കാൻ പോവാണ്. കുളിച്ചിട്ട് കിടക്കാൻ പോവാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അതിലേക്ക് എല്ലാവർക്കും ബൈ.